ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലായ്പ്പോഴും നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുക. നമ്മളുടെ കഴിവിൽ എന്ത് ചെയ്യുക? നമ്മൾ വിശ്വസിക്കുക. നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതെന്തായിരിക്കണം? നമ്മളുടെ കഴിവ് കൊണ്ടായിരിക്കണം കേട്ടോ. വേറൊരാളുടെ കഴിവിൽ നമ്മൾ വളരാൻ ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ പാടില്ല. നമ്മളുടെ കഴിവിൽ എന്ത് ചെയ്യുക? നമ്മൾ വളരുവാനായിട്ട് ശ്രമിക്കുക. വേറൊരാളുടെ കഴിവിൽ നമ്മൾ വളരാൻ ശ്രമിച്ചാൽ കുഴപ്പം എന്തുവാ? നമ്മൾ എന്ത് ചെയ്യും? ആ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്യും? പിന്തള്ളപ്പെട്ടു പോകും, അല്ലെങ്കിൽ ജീവിതം പിന്നോട്ടടിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും സ്വന്തം കഴിവിൽ മുന്നേറുകയും ചെയ്യുക കേട്ടോ. സ്വന്തം കഴിവുകൾ, നമ്മുടെ കഴിവുകൾ എന്തിനു ഉപയോഗിക്കാവൂ അത് മനസ്സിലാക്കണം. നമ്മുടെ കഴിവുകൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ കഴിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ നല്ല ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഹാർഡ് വർക്ക് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഹാർഡ് വർക്ക് ജീവിത വിജയത്തിന് എന്താണ്? അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്നതിന് കുറച്ച് കാര്യങ്ങളോട് അത്യാവശ്യമാണ്. അതായത് സത്യസന്ധത, ദയ, അതുപോലെ തന്നെ കാരുണ്യം, സ്നേഹം, ഇങ്ങനെ കുറച്ച് ഗുണങ്ങളും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജീവിതത്തിൽ, ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സത്യസന്ധത സൗഭാഗ്യദായകമാണെന്നാണ്. കാരണം സത്യം പറയുകയും സത്യം പ്രവർത്തിക്കുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ചെയ്യും? സൗഭാഗ്യങ്ങൾ നമ്മെ തേടിയെത്തുമെന്നാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കണമെന്നില്ല. എങ്കിലും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നമ്മെ കൈവിടുകയില്ല എന്നാണ്. അത് നമ്മൾ എപ്പോഴും അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷകൾ കൈവിടുവാൻ പാടില്ല. ജീവിതം എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളുടെ ഒരു കൂടാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ, പ്രതീക്ഷകൾ ഇല്ലാതായി കഴിഞ്ഞാൽ, ശുഭപ്രതീക്ഷകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതം മങ്ങിത്തുടങ്ങുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശുഭപ്രതീക്ഷകൾ എല്ലായ്പ്പോഴും വെച്ചു പുലർത്തുക. ഒരവസരത്തിൽ നമ്മൾ പ്രതീക്ഷകൾ കൈവിടരുത് കേട്ടോ. നമ്മൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, അല്പസ്വല്പം പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും ആ പരാജയങ്ങളെ ഓവർകം ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നല്ല ചിന്താഗതികൾ നമ്മൾ വളർത്തിയെടുക്കുക. നമ്മുടെ മനസ്സിന് കരുത്തുള്ള ഒരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. കരുത്തുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി മാറണം നമ്മൾ കേട്ടോ. അതെപ്പോഴും മനസ്സിന് കരുത്തുണ്ടാക്കണം. മനസ്സിന് കരുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? തളർന്നു പോകും. മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യും? ജീവിതത്തിൽ തളർന്നു പോകുമെന്നാണ്. മാനസികമായിട്ട് തളർന്നാൽ ആ വ്യക്തി ജീവിതത്തിൽ തളർന്നു പോകുമെന്നാണ്. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ സൽചിന്തകൾ, സൽപ്രവൃത്തികൾ നമ്മെ എവിടെ എത്തിക്കുന്നു എന്നാണ്. നമുക്ക് നല്ല സൽചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ നമുക്ക് എന്ത് നേടിത്തരുന്നു? ഭാഗ്യം നേടിത്തരുന്നു എന്നാണ്. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്.